നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ കരിങ്കൊടി പ്രതിഷേധങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയെ വിമാനത്തിനുള്ളിൽ വെച്ചും ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ ശ്രമിച്ചതിനെതിരെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ ആ കുറ്റപത്രത്തോട് മുഖം തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഏപ്രിലിലാണ് കുറ്റപത്രം കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി അയച്ചത്. ഓഗസ്റ്റിൽ സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തിന് കത്തയച്ചു. 8 മാസമായിട്ടും കേന്ദ്രം ഇതുവരെ അനുമതി നൽകിയില്ല. സിവിൽ ഏവിയേഷൻ നിയമം ചുമത്തിയതോടെയാണ് കേന്ദ്രാനുമതി വേണ്ടി വന്നത്. 2002 ജൂൺ 13 മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിനകത്ത് പ്രതിഷേധം നടന്നത്. 4 കോൺഗ്രസ് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുൻ MLAയുമായ ശബരിനാഥ്, ഫർസിൻ മജീദ്, നവീൻ കുമാർ, സുനിത് എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് വൻ വിവാദമായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ വധശ്രമം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമം, ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച് വധശ്രമ കേസിൽ പ്രതികളാക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫർസീൻ മജീദും നവീൻ കുമാറും നൽകിയ പരാതി EP ജയരാജനെതിരെയും കേസെടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, PS സുനീഷ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം JFMC കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തത്. വധശ്രമം, ഗൂഢാലോചന എന്നിവയ്ക്കൊപ്പം വ്യോമയാന നിയമത്തിലെ വകുപ്പ് കൂടി ചുമത്തിയതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടുന്നത്. സംഭവത്തിൽ ഇൻഡിഗോ വിമാനത്തിലെ ഉദ്യോഗസ്ഥർ, വിമാനത്താവള ജീവനക്കാർ, യാത്രക്കാർ എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണം പൂർത്തിയാക്കിയ കുറ്റപത്രത്തിന്റെ കരടും തയ്യാറാക്കി. പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന ലഭിച്ചാൽ പ്രോസിക്യൂഷൻ അനുമതി പോലീസ് തേടും. ഈ മാസം തന്നെ ഫോറൻസിക് റിപ്പോർട്ട് നൽകണമെന്ന് പ്രത്യേക സംഘം ഫോറൻസിക് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ EP ജയരാജൻ തള്ളിയിട്ടിരുന്നു. മുഖ്യമന്ത്രിയെ PS അനീഷും ഗൺമാൻ അനിലും മർദ്ദിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതിപ്പെട്ടെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല. ഒടുവിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് യൂത്ത് കോൺഗ്രസുകാരുടെ പരാതിയിൽ വലിയതുറ പോലീസ് കേസെടുത്തത്. ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെ നടന്നിട്ടുള്ള ആ ഒരു പ്രതിഷേധം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ കേന്ദ്രം അതിനോട് ഇപ്പോഴും മുഖം തിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏതായാലും എന്തായിരിക്കും ഇനി അടുത്ത നടപടിയെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്.